വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വിന്നറിനുള്ള ഒരു ഗിഫ്റ്റ് പാക്കിങ്ങും പിന്നെ കുറച്ച് മോർണിംഗ് റൊട്ടീൻസും ആണ് കേട്ടോ. ഇന്ന് എണീക്കാൻ ലേശം വൈകിയതുകൊണ്ട് കുറച്ചധികം മടി ഉണ്ടായിരുന്നു. പക്ഷേ മടി ഉണ്ടായിട്ട് കാര്യമില്ല. ആ മടി അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ എടുക്കൽ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഡു ലിസ്റ്റ് ചെയ്താന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇന്ന് വീട്ടിൽ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ക്ലീനിങ്ങും കുക്കിങ്ങും അങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ ഡെസ്ക് ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. വിഷ്ണുവിൻ്റെ കുഞ്ഞിക്കാലിൻ്റെ പാട് മൊത്തം അതിന്മേലുണ്ട്. അപ്പം അങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ നമ്മുടെ വിന്നറിനുള്ള ഗിഫ്റ്റ് പാക്കിങ് രണ്ടാക്കുള്ളൂ കേട്ടോ, ഒരാൾക്ക് നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ പരിപാടി. പിന്നെ ഒരു ട്യൂഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ടൈമൊക്കെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. 12 മണി ആകുമ്പോഴത്തേന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണം. എന്നാലേ ട്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഞാൻ. നടക്കുമെന്നുള്ളതെന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ വിന്നറിനുള്ള ഗിഫ്റ്റാണ് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയറിയാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത്. 2025 യൂണിക്കോൺ തീമിൽ വരുന്നത്. പിന്നെ ഒരു കുഞ്ഞ് കീ ചെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു December 21. ഇത് ഓൾറെഡി 20th എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് ഒരു ഫ്രെയിമും കൂടെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രെയിം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ആ മിറർ ഒന്ന് മീൻസ് ബാക്കത്തെ പോർഷൻ എടുത്ത് മാറ്റിയിട്ട് മിറർ നന്നായിട്ട് വൃത്തിയാക്കണം. നല്ല പൊടി ഉണ്ടാകും നമ്മളെപ്പോൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും. കാരണം ഷോപ്പിലൊക്കെ ഇങ്ങനെ വെക്കുന്നതല്ലേ. അപ്പോൾ അത് നല്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് നീറ്റാക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഒരു വൈറ്റ് പേപ്പറിലാണ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഏത് കളർ വേണമെങ്കിലും ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കട്ടുള്ള പേപ്പർ ഇതുപോലെ ഫ്രെയിമിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു. പിന്നെ ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അതും പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നാളെ നമ്മൾ വിഷൻ ബോർഡിന് കുറച്ച് സാധനങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു വിൻറ്റേജ് വാഷി ടേപ്പ് ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈ സ്റ്റിക്കർ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് കോഡ്സാണ്. ഒരു ബ്രൗൺ തീമിൽ വരുന്നൊരു കോട്ടും പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നൊരു കോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിറർ ഇത് നീറ്റാക്കി തുടച്ചിട്ട് മിറർ ആദ്യം വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത വർക്കും കൂടെ വെക്കുക. പിന്നെ ബോർഡ് കൊണ്ടൊന്ന് ക്ലോസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രെയിം നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഈ ഫ്രെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വിഷൻ ബോർഡിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രെയിം വർക്കൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അല്ല കേട്ടോ, ചെറിയ ചെറിയ ഇഷ്യൂ കൊണ്ട് ഞാനത് നിർത്തിയതാണ്. അപ്പോൾ നമ്മളിതേ ഈ പിന്നെ ഞാൻ ലാസ്റ്റ് ക്ലോസ് ചെയ്തില്ല പുറകിലെ. അപ്പോൾ അതൊന്നും കൂടി ഫിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഉണ്ടല്ലോ ബ്ലാക്കൊക്കെ, അത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേ ഒരു സ്ക്രഞ്ചി വെച്ചിട്ടുണ്ട്. ഒരു നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലാവൻഡറിൽ ബ്ലാക്ക് ഡോട്ട് പോഡ്കാ ഡോട്ട് വരുന്നൊരു സ്ക്രഞ്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഗീവ് അവേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെല്ലാവരും കൊടുക്കുന്നത് പോലെ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മിക്ക ക്രാഫ്റ്റ് വീഡിയോസും കൊടുക്കാറുള്ളത് ജേണൽ സപ്ലൈസ് ആണ്. പക്ഷേ നമുക്ക് കിട്ടിയ 2 വിന്നേഴ്സും ജേണൽസൊന്നും ചെയ്യാറില്ല. അപ്പോൾ പിന്നെ അവർക്ക് ജേണൽ സപ്ലൈസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ അവർക്ക് സർപ്രൈസ് ആവുന്ന എന്തെങ്കിലും കൊടുക്കുകയെന്നുള്ളതാണ്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആ ഒരു തീമിലാണ് ഞാൻ ബാക്കി ചെയ്തത്. പിന്നെ ഒരു ലെറ്ററും കൂടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളത് സർപ്രൈസ് ആയിട്ട് കൊടുത്തു. സംഭവം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു വിന്നറിനും കൂടി സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു, അനിമ കേക്ക്. ആൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഞാൻ ഇപ്പോൾ ചെയ്യില്ല. ആൾക്ക് കൊടുത്തയച്ചിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഞാനത് വീഡിയോ ഇട്ട് കഴിഞ്ഞ് പിന്നെ അയാൾ കാണുമ്പോൾ ഇത് കണ്ട സാധനമാണല്ലോ, അപ്പോൾ അതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. പിന്നെ എന്താ പറയുക, നമ്മളെ അടുക്കളയിൽ നിൽക്കാത്തൊരു പ്രതിഭാസം അതാണ് ഈ പാത്രം കഴുകിയാലും പിന്നെയും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് ഉച്ചക്കൊക്കെയുള്ള ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറിനാനുള്ള അരിയാണ് ഇപ്പോൾ ഞാൻ കഴുകിയത്. പിന്നെ 2 ദിവസമായിട്ട് ചിക്കന് ബീഫ് ഇതൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊരു വെറൈറ്റിക്ക് മാറ്റി പിടിക്കും. ഓൺലി വെജിറ്റബിൾസ്, അതാണല്ലോ ആരോഗ്യത്തിനും നല്ലത്. പിന്നെ എനിക്കും പച്ചക്കറിയോടാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് കോവക്കയും ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോവക്ക നമ്മൾ കുറച്ച് കുഞ്ഞു കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാരറ്റാണ് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കുക. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചക്കറി എന്ത് കട്ട് ചെയ്യുകയാണെങ്കിലും നന്നായി കഴിക്കുന്നതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. കത്തിക്കൊക്കെ പിന്നെ വല്ലാത്ത മുറിച്ചായതുകൊണ്ട് പെട്ടെന്ന് അരിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് നാളികേരം വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചിരകിയെടുത്തു. പിന്നെ 2 ചെറിയുള്ളി, ഈ നാളികേരവും പിന്നെ ഞാനേക്ക് ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടോ.
പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലായിരുന്നു. അപ്പോൾ അതും കൂടി പോയി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയ പ്രോസസ്സും കൂടി ജസ്റ്റ് ഒന്ന് വേഗം പറയാം. വെളിച്ചെണ്ണ ചൂടാക്കുക, അതിലോട്ട് പച്ചമുളക് കറിവേപ്പില ഒന്ന് ഇട്ടെടുത്തു. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ച പച്ചക്കറി, പിന്നെ ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും പാടെ കൂട്ടിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കാരണം ഈ ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെക്കണം. അതുമല്ല ഞാൻ ഈ ജസ്റ്റ് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 കമൻറ്റ് ഡേ ഇൻ മൈ ലൈഫ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ട് ഇവർക്ക് എന്താ ഇപ്പോൾ കിട്ടുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടേ, മറ്റേ സ്ഥാനം പറഞ്ഞ പോലെ. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പാക്കിംഗ് ഉണ്ടായതുകൊണ്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടി കേട്ടോ, അടിച്ചു വാരലും തുടക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാണ് ജസ്റ്റ് നമുക്കൊരു ആ ഒരു ക്ഷീണം മാറ്റാൻ നമ്മളൊരു വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, വത്തക്ക ജ്യൂസ് അതന്നെ. പിന്നെ ഇതാ അലക്കൽ, ഇത് മെയിൻ ഒരു പരിപാടി തന്നെയാണ്. ഈ പെറുക്കി കൂട്ടുക എന്ന് പറയില്ലേ, എവിടെയാണെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല, അവിടെ ഇവിടെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് തൊട്ടടുത്തുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കൊണ്ട് ഈ വേസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അതേപോലെയാണ് എൻ്റെ ഈ 2 ആൾക്കാർ. ചിലപ്പോൾ ഞാൻ മറ്റേ പോലീസിലെ ഡോഗ്സ് കൊടുത്ത ഡോഗൊക്കെ ആവും. കാരണം മണത്ത് നോക്കിയിട്ടുള്ളൂ ഇത് അലക്കാനുള്ളതാണോ എന്നൊക്കെ അറിയാം. അല്ലാണ്ട് അവരായിട്ട് അലക്കാനല്ലോ കൊണ്ടുവന്നിടൊന്നുമില്ല. നമ്മളിങ്ങനെ അത് ചെക്ക് ചെയ്ത് എടുക്കണം, അതൊരു പരിപാടി തന്നെയാണ്. ഇങ്ങനെ താഴത്തെ ക്ലീനിങ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒരുവിധം മുകളിലെത്തിയപ്പോഴാണ് അയ്യോ ഡസ്ക്. അപ്പം തോന്നുന്ന ആ ഒരവസ്ഥ ഉണ്ടല്ലോ, അയ്യോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്തായാലും ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ വയ്യ, ഞാനിവിടെ തന്നെ അല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കഴിക്കുന്നുണ്ട് ഞാനും വിഷ്ണുവും കൂടെ കൂടിയിട്ട്. ഇതാണ് ഇപ്പോൾ ഡെസ്കിൻ്റെ അവസ്ഥ. ഇത് ഇന്നലെ എന്തോ ഒന്ന് ചെയ്തു വെച്ചതാണ്, കലണ്ടർ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു വർക്ക് ചെയ്യുമ്പോഴേക്കും വിഷ്ണു അവിടെ ഉള്ളതൊക്കെ പറിച്ചെടുക്കലും ആകെ വലിച്ചിടലൊക്കെയാണ്, ആ ഒരവസ്ഥയാണിത്. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, ഒതുക്കി വെക്കണം. അപ്പം ഞാൻ ആ സ്ട്രോയൊക്കെ അതിൻ്റെ കവറിലോട്ട് ഇട്ടു. പിന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ട്, അപ്പോൾ അതൊന്ന് കവർ മടക്കിയിട്ട് അതും മറ്റും നമ്മൾ ഉണ്ടാക്കിയൊരു ബോക്സ് ഉണ്ടല്ലോ അതിനകത്ത് വെക്കുന്നുണ്ട്. കണ്ടോ, ഒന്നും ഉണ്ടാവില്ല, ആ സൈഡിലൊക്കെ ഗ്യാപ്പ് വരുന്നതൊക്കെ അവൻ പറിച്ചെടുത്തതാണ്. പിന്നെ ബുക്സൊക്കെ അതിൻ്റെ സൈഡിൽ തന്നെ വെക്കും കേട്ടോ. വലുതൊന്നും അല്ല, അതിൽ കൊള്ളുന്ന 2 ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. പിന്നെ 2-3 മാസ്കൊക്കെ ഉണ്ട്, അതൊക്കെ എന്തൊക്കെയാണ് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. പിന്നെ അങ്ങനെ എടുത്തു വെക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതൊക്കെയാണ് അവസ്ഥ. ഇപ്പോൾ കളേഴ്സൊക്കെ കളക്ട് ചെയ്യുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്നാൾ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അത് കണ്ടവർക്കത് എത്രത്തോളം ആണെന്നല്ല, പക്ഷേ എനിക്കത് ഭയങ്കര യൂസാണ്. ഒട്ടുമിക്ക കളേഴ്സ് മാർക്കറും കാര്യങ്ങളൊക്കെ അതിൽ പോകും. പിന്നെ എൻ്റെ സ്റ്റിക്കേഴ്സ്, ഈ കുഞ്ഞു ക്ലിപ്സ് കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ആ ഒരു മേലത്തെ ബോക്സിലാണ് വെക്കുക. അങ്ങനെ 2 ബോക്സ് അവിടെ സെറ്റാവും. പിന്നെ നമ്മളെ വേസ്റ്റ് ബാസ്ക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അതൊക്കെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഒട്ടിക്കാനുള്ളത് ജസ്റ്റ് കണ്ടതൊക്കെ അവൻ പറിച്ചെടുത്തതാണ്, അതൊക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ക്ലീനിങ് പരിപാടി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കോണ്ടൻറ്റ് ഉണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ വീഡിയോ ക്രാഫ്റ്റായിട്ടോ അല്ലെങ്കിലൊക്കെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്കത് ചെയ്ത് നോക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഓൾമോസ്റ്റ് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ട്യൂഷൻ എടുക്കാനും കൂടെ ഉള്ളൂ. പക്ഷേ അതിന് മുൻപ് കുളിക്കാനുണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ട്യൂഷനും കൂടെ എടുക്കണം. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരു ഡോനറ്റ് കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ അതും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.